ഇന്നപ്പോഴാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ. ഓരോ ദിവസവും എന്തൊക്കെയാ അല്ലേ, എന്നും വേണമല്ലോ. ലോട്ടറിക്കാരനെ എപ്പോഴും നാളെ 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 ഇത് സ്ത്രീകളുടെ ഒരു എല്ലാ ദിവസവും ചോദ്യം ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും ചെറുപയറുമാണ്. പുട്ടിന് ഏറ്റവും യോജിച്ചതാണ് പുട്ടും ചെറുപയറും, പുട്ടും കടലയും, പിന്നെ പുട്ടും പഴവും. പുട്ടും പഴത്തിനെക്കാട്ടിലൊക്കെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് പുട്ടും ചെറുപയറും, പുട്ടും കടലയും. അപ്പോൾ രാവിലെ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ടീച്ചറൊന്ന് കാണിക്കുന്നത്. അതായത് തലേ ദിവസമേ നമ്മൾ കടലയായാലും ചെറുപയറായാലും വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. രാവിലെ എടുക്കുക, ഇതാ പുട്ടുപൊടി നനച്ച് അവിടെ വയ്ക്കുക. കുറച്ച് നേരത്തെ പുട്ടുപൊടി നനച്ച് വയ്ക്കണം. കാരണം പുട്ടുപൊടിക്ക് നല്ല നനവുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നനച്ചിട്ട് വാരി ചുട്ടാൽ ആ പുട്ടിന് ഗുണം കുറയുക. പുട്ടുപൊടി നനച്ച് വെച്ചിരിക്കണം. കേട്ടോ, ഇതാ നനച്ച് വെച്ചിരിക്കുന്നു. ഒരു കുറ്റിപ്പുട്ട് അടുപ്പത്തുമുണ്ട്. ഒരു കുറ്റിപ്പുട്ട് എനിക്ക്, ഒരു കുറ്റിപ്പുട്ട് നമ്മുടെ മാഷക്ക്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. മാഷ് കുളിച്ചിട്ട് വന്നിട്ട് മാഷക്ക് ചൂടോടെ ചുട്ടു കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഇത് ആദ്യം തന്നെ ഇന്ന് ചെറുപയറാണ് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം തന്നെ ആ ചെറുപയർ നമ്മൾ കഴുകി വാരി വൃത്തിയാക്കിയാണ് കുതിരാനിട്ടത്. അതിനെ കുക്കറിലേക്കിട്ട് ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം ഉപ്പിട്ട് അത് അടുപ്പത്ത് വയ്ക്കുക. അതിലെ കുക്കറിൻ്റെ മൂടി വയ്ക്കുക. കുക്കറിൻ്റെ മൂടി നമ്മൾ വെയിറ്റ് വയ്ക്കരുത്. നിങ്ങൾക്കറിയുമല്ലോ, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ വെയിറ്റ് വെക്കുന്ന നോടിലേക്ക് ആവി വരുമ്പോൾ ഇതാ പുട്ടുകുറ്റിയും, ഇത് ചിരട്ടപ്പുട്ടിൻ്റെ ആകൃതിയിലുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് ചിരട്ടയിൽ ഉണ്ടാക്കിയാലാണ് അതിലെ പോഷകമൂല്യവും രുചിയൊക്കെ കൂടുക. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നാളികേരം അല്പം ഇട്ടു. ഈ ഞാൻ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി കണ്ടല്ലോ നിങ്ങൾ, ആ പുട്ടുപൊടി വാരി അതിലേക്ക് കുറേശ്ശെ ഇട്ടു. നടുവിത്തിരി നാളികേരം ഇട്ടു, വീണ്ടും ഇട്ടു. അങ്ങനെ വീണ്ടും നനച്ച പൊടി ഇട്ടു. ഈ പുട്ട് 2 കുറ്റി ആകുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ 1 കുറ്റി എടുക്കുന്നു, 2 കുറ്റി ആകുമ്പോഴത്തേക്ക്, 2 കുറ്റി പുട്ടാകുമ്പോഴത്തേക്ക് ഈ ചെറുപയറായാലും കടലയായാലും ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ വെയിറ്റ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് 2 സ്റ്റീം വന്നാൽ മതി. കാരണം 3/4 ഭാഗം വെന്ത് കിടക്കല്ലേ. 2 സ്റ്റീം വന്നു കഴിയുമ്പം അടുപ്പ് ഓഫാക്കി നമ്മൾ ഈ പുട്ടിൻ്റെ അതിന് എടുത്ത് മാറ്റുമല്ലോ. ഒരല്പം നാളികേരവും ഇട്ട് ഇത്തിരി കറിവേപ്പില കൂടിയിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അസല് ചെറുപയർ പുഴുക്കും ആകും. ഇതാ പുട്ട് അടുപ്പത്തിരിക്കുകയാണ്. കുക്കറിൻ്റെ നോബിൽ ഇതാ ആവി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് പുട്ടിന് നനയ്ക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയത് പോലെ തന്നെ പുട്ടിന് വേവിനും ഉണ്ട് വ്യത്യാസം. ചിലർ ഈ ആവി വന്നാൽ ഉടനെ പുട്ട് അങ്ങ് എടുക്കരുത്. ഇത് ഞാൻ ആവി വന്നിട്ടും തിരി താത്തു വച്ചിരിക്കുകയായിരുന്നു. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇത് വേകട്ടെ. വെന്ത് കഴിയുമ്പോൾ ഈ പുട്ട് റെഡി. ഈ പുട്ട് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മാഷക്ക് ഞാനിത് കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ പയറിൻ്റെ കാര്യം റെഡിയാക്കാപ്പോൾ ഇത് കയ്യോടെയാണെങ്കിൽ 2 കുറ്റി പുട്ടും എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറായാലും കടലയായാലും 3/4 വേവാകും. പിന്നെ ഒരു ഇത്തിരി നേരം കൂടെ മതി അതിന്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും ചെറുപയർ കറിയുമാണ്. പെട്ടെന്ന് ഒരു 15-20 അരമണിക്കൂർ കൂട്ടിക്കോളൂ. അരമണിക്കൂർ കൊണ്ട് പോഷക സമ്പുഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. എല്ലാവരും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങു വിദ്യകൾ പഠിച്ചു വയ്ക്കണം. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ തന്മയത്വമാണ് കുക്കിങ്ങിൽ പ്രകടമാകേണ്ടത്. അപ്പോൾ ഇതിനി ഓഫാക്കട്ടെ കേട്ടോ. ഇതെടുത്തു ആയി. ഇനി ഇതിൻ്റെ നോബ് വയ്ക്കട്ടെ.
ബെല്ല് കേട്ടില്ലേ? ഇഞ്ചക്ഷൻ എടുക്കാൻ ഉഷ നേഴ്സ് വന്നു. ഇതിവിടെ ചെറിയ തീർ കിടക്കട്ടെ, ഞാൻ പോയി. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ രോഗത്തിനുള്ള ഇഞ്ചക്ഷനൊന്നും അല്ല, ഇൻസുലിൻ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. പെട്ടെന്നുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട്, പെട്ടെന്നുള്ള ഒരു കുക്കിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.